മൻ കി ബാത്തിൽ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീര സൈനികരെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈനികരുടെ അസാധാരണമായ ധൈര്യത്തെയാണ് ഈ ദിവസം ഓർമ്മിപ്പിക്കുന്നത്. കൂടാതെ കേരളത്തിലെ കൈത്തറി മേഖലയെയും കസവ് തുണിത്തരങ്ങളെയും എറണാകുളം ചിറ്റൂരിലെ സംസ്കൃതം ക്ലബിനെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. കാർഗിൽ വിജയ് ദിവസത്തെ മൻ കി ബാത്തിൽ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി വൺ റൈഡ്, വൺ നേഷൻ, വൺ സല്യൂട്ട് എന്ന സന്ദേശവുമായി ഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകം മുതൽ ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകം വരെയുള്ള ബൈക്ക് യാത്രയെക്കുറിച്ച് പറഞ്ഞു. ആത്മനിർഭർ ഭാരതിന്റെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞ മോദി ലോകത്തിന് ഭാരതത്തിന്റെ തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ സാമഗ്രികൾ ആവശ്യമാണെന്നും ഭാരതം പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണെന്നും വ്യക്തമാക്കി. ക്യാച്ച് ദ റെയിൻ പദ്ധതി എടുത്തു പറഞ്ഞ് മഴവെള്ള സംഭരണത്തിന്റെ ആവശ്യകത പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. പഞ്ചായത്ത് മുതൽ നഗരങ്ങളിൽ വരെ വാട്ടർ റീചാർജ് പദ്ധതി നടക്കുന്നുവെന്നും കുളങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുവെന്നും മോദി കൂട്ടിച്ചേർത്തു. കായിക മേഖലയിലെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ മോദി കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരതം വിജയപ്രതീക്ഷയിൽ പോരാടുന്നുവെന്ന് പറഞ്ഞു. വനിതാ ക്രിക്കറ്റ് ടീമിന്റെയും PV സിന്ധുവിന്റെയും വിജയം എടുത്തു പറഞ്ഞ പ്രധാനമന്ത്രി എറണാകുളത്തെ സൗത്ത് ചിറ്റൂരിലെ സ്കൂളിലെ സംസ്കൃതം ക്ലബിനെ കുറിച്ച് പരാമർശിച്ചു. ഈ പദ്ധതിയിൽ സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിൽ ഉപയോഗിക്കുന്ന വാക്കുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ലളിതമായ രീതിയിൽ വിശദീകരിക്കുന്നുവെന്ന് मोदी चूंटिकाटी. मुझे केरलम में एर्नाकुलम के साउथ चित्तूर में स्पोर्ट्स के ऐसे ही एक प्रयास के बारे में पता चला है. वहां के एक स्कूल में संस्कृत क्लब है. यहाँ के टीचर अभिलाष जी बड़े अनूठे तरीके से संस्कृत को लोकप्रिय बना रहे हैं. इस प्रोजेक्ट को अक्षर कंदुक नाम दिया गया है. इसमें संस्कृत के अक्षरों को फुटबॉल में इस्तेमाल होने वाले शब्दों से जोड़कर आसान तरीके से समझाया जाता है. സയൻസ് ഒളിമ്പ്യാഡിലെ ഭാരതത്തിന്റെ പങ്കാളിത്തവും മെഡൽ നേട്ടവും മോദി എടുത്തുകാട്ടി. യുവശക്തിയിൽ അഭിമാനമെന്ന് മോദി പറഞ്ഞു. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈ റൂട്ട് എയ്റോസ്പേസ് വികസിപ്പിച്ചെടുത്ത രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1നെ കുറിച്ച് പറഞ്ഞ മോദി സ്വകാര്യ പങ്കാളിത്തത്തോടെ കൈവരിച്ച നേട്ടമാണെന്ന് ചൂണ്ടിക്കാട്ടി. കൈത്തറി മേഖലയെ പരാമർശിച്ച മോദി കേരളത്തിലെ കൂത്താമ്പള്ളി കൈത്തറി, കസവ് തുണിത്തരങ്ങൾ എന്നിവയെക്കുറിച്ചും പറഞ്ഞു. आज देश में जिस तरह हैंडलूम को बढ़ावा दिया जा रहा है, उससे बड़ी संख्या में लोगों का जीवन बेहतर हो रहा है. पोचमपल्ली से पटना और कुथमपल्ली से कच्छ तक इसके कई उदाहरण देखने को मिलते हैं. आज ऐसे कई लोग और समूह हैं जो हैंडलूम की हमारी गौरवशाली परंपरा को नई ऊर्जा और पहचान दे रहे हैं. कोई पोचमपल्ली इकत की सुंदर परंपरा को आगे बढ़ा रहा है, तो कोई महिला बुनकरों को जोड़कर वूल प्रोडक्ट्स बना रहा है. कुछ लोग केरलम की पारंपरिक कसाऊ कला को संरक्षित कर रहे हैं. इससे हमारी माताओं बहनों को रोजगार. एक पेड़ मां के नाम എന്ന പേരിൽ വൃക്ഷത്തൈകൾ നടുന്നതും പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കേണ്ടതും പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ജനം, ഡൽഹി.